മാർക്കറ്റ് വേഴ്സ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് ഏതാണ്ട് 80 പോയിന്റ് ഡൗണിലാണ്. എന്നാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നിഫ്റ്റി ഇന്നലെ ക്ലോസിങ്ങിന്റെ അടുത്ത് എത്തുകയും എന്നാൽ ഫർദർ അപ്വേർഡ് പോവാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണ് ചെയ്യുന്നതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഏതാണ്ട് ഈ ലെവലിൽ നിന്നും ഒരു സെല്ലെടുത്ത് ഈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തു കഴിഞ്ഞപ്പോൾ തുടർന്ന് അതുവരെ രേഖപ്പെടുത്തിയ ലോ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി ഡൗൺവേർഡ് സഞ്ചരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഏരിയയിൽ വന്നതിന് ശേഷം കൃത്യമായും ഒരു റിവേഴ്സൽ തന്നെങ്കിലും ഇവിടെ നിന്നും നമ്മൾ ഒരു ബൈ ഓർഡർ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിരുന്നു. കൃത്യമായ ഒരു ടാർഗറ്റ് ഈ ലെവൽ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. 22,184 എന്ന ലെവലിലേക്ക് ഒരു ബൈ ഓർഡർ കൊടുത്തിരുന്നു. 22,147 എന്ന ലെവലിൽ ഇറങ്ങി വരികയാണ്, 47.50 എന്ന ലെവലിൽ ഇറങ്ങി വരികയാണെങ്കിൽ ഒരു ബൈ ഓർഡർ കൊടുത്തിരുന്നു. എന്നാൽ ഇത് ആദ്യം രേഖപ്പെടുത്തി ഇതിന് മുകളിൽ കിടക്കും എന്ന ക്ലോസ് ആകുമെന്ന പ്രതീക്ഷയിൽ മുൻകൂർ ഇവിടെ കൊടുത്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തിരുന്നു. എന്നാൽ ഇവിടെ അത് ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യാതെ വന്നുകൊണ്ട് വീണ്ടും ഒരു റിവേഴ്സ് വന്നതിന് ശേഷമാണ് ആ ക്ലോസിംഗ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഒരു ബൈ ഓർഡർ കൊടുത്ത് ഈ ലെവൽ ടാർഗറ്റായി കൊടുത്തിരുന്നു. അത് കൃത്യമായി ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം ഡൗൺവേർഡ് വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് പോരുമ്പോൾ തന്നെ ഇവിടെ നിന്നും വീണ്ടും സെല്ല് കൊടുത്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയവർക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് നല്ല വേഗത്തിലുള്ള ട്രേഡ് കിട്ടി. എന്നാൽ ഈ ഏരിയയിൽ വന്നതിന് ശേഷം വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുക്കണമോ വേണ്ടയോ എന്ന സംശയത്തിൽ കുറെ നേരം നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്തു. ഇന്ന് മിക്കവാറും ഒരു ക്ലോസിംഗ് ഡേ ആയതുകൊണ്ട്, വീക്ക്ലി ക്ലോസിംഗ് ഡേ ആയതുകൊണ്ട് ഇവിടെ നിന്ന് തിരിയാനാണ് സാധ്യത എന്ന് ഫീൽ ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും നിഫ്റ്റി ഈ ലെവൽ ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺവേർഡ് പോയപ്പോൾ വീണ്ടും കിട്ടിയ റിവേഴ്സലിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി, അല്പം വലിയ സ്റ്റോപ്പ് ലോസ് തന്നെയാണ് എങ്കിലും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തപ്പോൾ വീണ്ടും ഒരു ഡിക്ലൈൻ ആണ് കിട്ടിയത്. ഇന്ന് വൺ സൈഡ് ഡയറക്ഷനിൽ ഫാൾ തന്നെയായിരുന്നു നിഫ്റ്റിയിൽ ലഭിച്ചത്. കാര്യം ഇന്ന് ലോ ആയിട്ട് 80 പോയിന്റ് ഡൗൺ ആയി ഉണ്ടായി എങ്കിലും ഓപ്പൺ ചെയ്തു എങ്കിലും പിന്നീട് നിഫ്റ്റിക്ക് ഇന്നലത്തെ ക്ലോസിങ്ങിന് മുകളിൽ കയറാൻ കഴിയാതെ നിഫ്റ്റി തീർച്ചയായും നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാകും നിഫ്റ്റി കൃത്യമായും ഡിക്ലൈൻ തന്നെയായിരുന്നു, എവിടെയും ഒരു ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അപേക്ഷിച്ച് നാളെ നമ്മുടെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് ലെവലുകൾ എന്തെല്ലാം ആയിരിക്കാം അതൊന്ന് പരിശോധിക്കാം. നാളത്തേക്ക് വേണ്ടി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റന്റ് സോൺ 21,976 എന്ന ലെവലാണ്. അതുപോലെ തന്നെ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 21,903 ആണ്. എന്നാൽ ഇന്നത്തെ ലോ അത് 21,931 എന്ന ലെവലിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഇന്ന് നിഫ്റ്റി ക്ലോസ് ആയ അതേ ലെവലിൽ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുന്നു എന്ന കണക്കിലാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കാറ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് കാണുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് ആണ്, 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ ലഭിച്ച ഉയരം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കുകയും ഈ ലെവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകളിലോട്ട് പതിയെ ഓരോ റൊട്ടേഷൻ അനുസരിച്ച് പ്രൈസ് എത്തിയേക്കാമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള 22,021, 22,061, 22,082, 22,122, 22,184 എന്നീ ലെവലുകൾ. എന്നാൽ 22,061 സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് സോണായി നിലനിന്നേക്കാം. അതേസമയം ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിൽ ഇന്നത്തെ ലോയ്ക്ക് താഴെ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു ക്ലോസിംഗ് ആണ് എന്ന് പറഞ്ഞാൽ 21,903 എന്ന ലെവലിന് താഴെയുള്ള ഒരു ക്ലോസിംഗ് ആണ്. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് നിഫ്റ്റി മൂവ് ചെയ്യുന്നതെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ 21,903, 21,882, 21,854, 807 എന്നിങ്ങനെ ഉള്ള ലെവലുകളാണ് നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതായിരുന്നു. ഇതാണ് അപ്പോൾ
നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ നിഫ്റ്റിയുടേത്. എന്നാൽ നിഫ്റ്റി ബാങ്കിൻ്റെത് എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. 47,687 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 47,377 എന്ന ലെവൽ ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണും. എന്നാൽ അതിനിടയിൽ ചെറിയ ലൈനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 47,612, 47,438 എന്ന ലെവലുകളാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണ് എങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനിൽ തന്നാൽ, അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു പ്രൈസ് ആക്ഷനാണ് തരുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് ആണ്. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 47,687 എന്ന ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് തന്നെയാണ്. എന്നാൽ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ തന്നതിന് ശേഷം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുമെന്നും ലഭിക്കാവുന്ന ടാർഗറ്റുകൾ 47,816, 47,894, 48,000 എന്ന ലെവലുകളാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 15 മിനിറ്റ്, അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാം ഞാൻ സാധാരണയായി ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേൺ നൽകുന്ന പ്രൈസ് ആക്ഷൻ കണക്കാക്കിയാണ് ട്രേഡ് ചെയ്യാറ്. അപ്പോൾ ഈ ലെവലിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റന്റ് സോൺ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ, ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു ക്ലോസിംഗ് ആണ്. 47,438 എന്ന ലെവലിന് താഴെ ഒരു ക്ലോസിംഗ് ആണ് പ്രതീക്ഷിക്കുക. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ ഈ ലെവലിന് താഴെ 47,377 എന്ന ലെവലിന് താഴെ വീണ്ടും ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് ഡൗൺവേർഡ് തന്നെ സഞ്ചരിക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ 47,200, 47,050, 46,944 എന്നിങ്ങനെയാണ്. ഈ 47,200, 46,944 എന്നിവയെല്ലാം സ്ട്രോങ് സപ്പോർട്ട് സോണുകളായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയയും വളരെ സ്ട്രോങ് ആയ ഒരു സപ്പോർട്ട് സോണായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നെല്ലാം ടാർഗറ്റ് ബുക്ക് ചെയ്ത് വളരെ കൃത്യമായി ശ്രദ്ധിച്ച് തന്നെ വേണം ട്രേഡ് ചെയ്യാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മളുടെ ലെവൽ എന്ന് പരിശോധിക്കാം. 72,473 ഞാൻ ആദ്യമായി പ്രതീക്ഷിക്കുന്ന റെസിസ്റ്റൻസ് സോൺ. അതുപോലെ തന്നെ അതിന് ഇന്നത്തെ ലോ 72,332 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെവൽ ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കാം. എന്നാലും ഞാൻ പ്രധാന സപ്പോർട്ട് സോണായി കാണുന്നത് 72,227 ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നത് പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ ഡേയ്സ് ലോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ സഞ്ചരിക്കുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ആദ്യം ലഭിച്ച ഉയരത്തിന് മുകളിൽ വീണ്ടും ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് 72,602, 72,725, 72,793, 72,889, 72,978 എന്നിങ്ങനെ. എന്നാൽ 72,725 ഒക്കെ അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റന്റ് ആയി മാറിയേക്കാം. എന്നാൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എങ്കിൽ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റന്റ് സോൺ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലെവൽ ലോയ്ക്ക് താഴെയുള്ള ഒരു ക്ലോസിംഗ് തന്നെയാണ്. അത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു ക്ലോസിംഗ് ആണ്. 72,227 എന്ന ലെവലിന് താഴെ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ
തുടർന്നും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. അപ്പോൾ താഴോട്ട് തന്നെ പ്രൈസ് മൂവ് ചെയ്തേക്കാമെന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 72,014, 71,864, 71,670 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഈ 71,670 എല്ലാം നല്ല സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ 72,227 വളരെ സ്ട്രോങ് ആയ ഒരു സപ്പോർട്ട് സോൺ ആണ്. ഇവിടുന്ന് എവിടുന്ന് വേണമെങ്കിലും പ്രൈസിന് ഒരു ബൗൺസ് ബാക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം അപ്പോൾ തന്നെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മാറ്റിയിട്ട് ട്രേഡ് ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും സംശയങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സാധ്യമാകുന്ന രീതിയിൽ ഞാൻ അവയ്ക്ക് മറുപടി നൽകുന്നതാണ്. നമ്മളുടെ വാട്സാപ്പ് ചാനലിലൂടെ ഇത്തരം സംശയങ്ങൾക്ക് ഞാൻ മറുപടി നൽകാറുണ്ട്. താല്പര്യമുള്ളവർ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അതേസമയം നിങ്ങൾ ആദ്യമായി സന്ദർശിക്കുന്നതാണ് നമ്മുടെ ചാനൽ എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നാളെയും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആകട്ടെ എന്ന ആശംസയുണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.